നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, പണ്ടൊരിക്കൽ ഒരച്ഛനും മകനും കഴുതയെ കൊണ്ടുപോയ കഥയുണ്ട്. ഓരോ രീതി ചെയ്യുമ്പോഴും ഓരോരുത്തർ കുറ്റം പറയും. അവസാനം കഴുത അദ്ദേഹം നഷ്ടപ്പെട്ടു പോലെ. അൻവർ പിണറായി വിജയനെയും RSSനെയും വിമർശിച്ച്, ശക്തമായി വിമർശിച്ചു, വ്യക്തിപരമായി കൂടി വിമർശിച്ച് LDFിൽ നിന്ന് പുറത്തിറങ്ങിയ അൻവറിൻ്റെ അവസ്ഥ എന്താണ്? ഈ മണ്ടന്മാരായ UDFുകാർ അൻവറിനെ ശത്രുവാക്കി. ഇത് UDFിൻ്റെ കേരളത്തിലെ കുരങ്ങന്മാർ ചെയ്തതല്ല, വേറെ കേന്ദ്രത്തിൽ ഒരു കോൺഗ്രസ് ഒവൈസി വന്നപ്പോൾ ഒവൈസി തൊടാൻ പറ്റില്ല, ചേർക്കാൻ പറ്റില്ല. മാണ്ട ശിരോമണികൾ അതെ NDAയിൽ ചേർത്ത് നാളെ ഒരു വർഷം മന്ത്രി വരെയാകും, മന്ത്രിസ്ഥാനം കൊടുക്കും പാർട്ടിക്ക്. ഇവിടെ വല്ലോൻ്റെ വാക്കുകളൊക്കെ കേൾക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടേതായി തീരുമാനം എടുക്കണം. യെസ് ഓർ നോ, ഒവൈസിയെ പാർട്ടി മുന്നണിയിൽ ചേർക്കണോ നിങ്ങൾ തീരുമാനിക്കണം. മറ്റുള്ള വാക്കുകൾക്കത്. കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് PDP ആയിട്ട് ഇടതുപക്ഷ സഖ്യം ഉണ്ടാക്കിയ ഒരു കുഴപ്പമില്ല, ഹലാലാണത്. അവർ UDFിലേക്ക് വരുമ്പോൾ LDF സംബന്ധിച്ച് അവർ ഹറാമാവും. ഇത് രണ്ടും ഇത് കേട്ട് നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ തീരുമാനമെടുക്കണം. അൻവറിൻ്റെ പക്ഷത്ത് തെറ്റുണ്ടില്ലെന്ന് തെറ്റുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം ഒരു മുന്നണി ചേരാൻ ശ്രമിക്കുമ്പോൾ ആ മുന്നണിയായിട്ട് ധാരണ എത്തണം. അല്ല, മുന്നണി ചേരാൻ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ മുന്നണിയുടെ ദേശീയ നേതാക്കൾ തീരുമാനിച്ചാൽ അതിനെതിരെ പറഞ്ഞത് ശരിയല്ല. ഉദാഹരണം പറഞ്ഞാൽ, അവിടെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നു, ദേശീയ പ്രസിഡന്റ് സമ്മതത്തോടെ സെക്രട്ടറി. അതേ നിമിഷം അൻവർ ഇവിടെ അതിനെതിരെ പറയുന്നു. അപ്പോൾ ഇന്നലെ പറഞ്ഞു അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ തല്ലണ്ടേ. പക്ഷേ ഒന്നൊന്നും രണ്ടാകുന്നില്ല. രാഷ്ട്രീയത്തിൽ ഒന്നൊന്നും 3 ആകാം, 1 4 ആകാം. മണ്ടന്മാരെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവില്ല, ലീഗുകാർക്ക് മനസ്സിലാവില്ല. അൻവർ ചെയ്തൊക്കെ തെറ്റാണെങ്കിലും അൻവറിനെ കൂടെ നിർത്തണ്ടേ. 40-40% വരുന്ന ഒരു വിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് പുള്ളി. എന്തൊക്കെ പറഞ്ഞാലും ചെയ്തില്ല. അവർ ഒവൈസി ചേർക്കാൻ പറ്റില്ല. ഇത് കോൺഗ്രസ് നേതാക്കളോടും കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടും കോപ്പനോടും പറയാനുള്ളത്, ഞങ്ങളുടെ ഗ്രൂപ്പ് പറയുന്ന അറിയിപ്പാണിത്. അറിയാനുള്ളത്, ലോകത്തെ ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്, ഫാസിസം എന്ന് പറയുന്നത് RSS ആണ്. പക്ഷെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയും RSS ആണ്. രണ്ടും ശരിയാണെന്നേ. നിങ്ങൾ എന്തൊക്കെ വർഗീയത പറഞ്ഞാലും ഫാസിസം പറഞ്ഞാലും ഇന്ന് ഭരിക്കുന്ന ആരാണ്? ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന RSS ആണ്. അല്ലെങ്കിൽ RSSൻ്റെ കെയർ ഓഫ് ഉള്ള BJP ആണ്. രാജ്യം ഭരിക്കുന്ന കക്ഷി മോശമാകുന്ന വലിയ കാര്യമുണ്ടോ? അത് ഗാർഗയുടെ മകൻ RSS നിരോധിക്കാൻ പറഞ്ഞില്ലേ? പണ്ടത്രല്ലേ അതൊക്കെ. ഒരു വസ്തു നിരോധിക്കല്ല, അതിനെ ഒതുക്കാൻ നല്ലത്. അവർക്ക് എതിരെയുള്ള വിഭാഗം അല്ലെങ്കിൽ ശക്തിയെ വളർത്തുക. അപ്പോൾ തന്നെ അത് തകരും. അതാണ് ബുദ്ധി, അതാണ് രാഷ്ട്രീയ തന്ത്രം. അല്ല, എതിർക്കുക എന്ന് പറഞ്ഞാൽ, നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല, അത് പ്രശ്നം സൃഷ്ടിക്കുള്ളൂ. അത് RSSനെ കുറിച്ച് മാത്രമേ, ജമാഅത്തെക്കുറിച്ചാലും PDPയിലും മറ്റ് പോപ്പുലർ ഫ്രണ്ട് എന്തെങ്കിലും നിരോധിക്കല്ല വേണ്ടത്. അവർക്കെതിരെ ഒരു ശക്തി ലോകത്തുണ്ടാവും, അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടാവും, കേരളത്തിലുണ്ടാവും, ഏത് പ്രസ്ഥാനത്തിലും. ആ ശക്തി വളർത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഇരിക്കും. അതാണ് ബുദ്ധി. കോൺഗ്രസ് ചെയ്യുന്നുണ്ടോ? BJPയിൽ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പോപ്പുലർ ഫ്രണ്ടൊക്കെ നിരോധിച്ചത്. അപ്പോൾ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ട് വേണോ എന്ന് പറയുമ്പോഴാണ് ഇത്രയും വർഗീയ സ്വഭാവം ഫാസിസം നടക്കുന്ന ഒരു പ്രസ്ഥാനം രാജ്യം ഭരിക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ ആ പാർട്ടി വർഗീയം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പാടില്ല, അവരെ ഉൾക്കൊള്ളണം. അതാണ് രാഷ്ട്രീയ തന്ത്രം. അത് കോൺഗ്രസ് ഇല്ല. പക്ഷെ BJP അത് ചെയ്യാൻ അപ്പം ചെയ്യും. ഇപ്പോൾ BJP നിതീഷ് കുമാറിനെ ഇതിനോടെടുത്ത് ഒവൈസി, അതല്ലേ ബുദ്ധി. കാരണം
അൻവറിനെ നിങ്ങൾ ശത്രുവാക്കി ഇപ്പോൾ വീണ്ടും ഒരു പക്ഷേ LDFിലേക്ക് നാളെ പോയാൽ ഈ കേസൊക്കെ തീരും ചെയ്യും. അങ്ങനെ ചെയ്തു വിടാന്നുണ്ടോ? അതായത് ശത്രു മിത്ര ഒരു പഴഞ്ചലില്ല, ഒരു പഴഞ്ചലത്ത് കാരണന്മാർ വന്നു. ഇപ്പം പറയുന്നത് സൈക്കോളജി അല്ലെങ്കിൽ ഫിലോസഫിയാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രമാണെന്നുള്ള ഫിലോസഫിയാണ്. അല്ല വെറും പഴഞ്ചൻ ബനാനാട്ടൊക്കെ തമ്മിൽ പഴഞ്ചൻ അർത്ഥം മാത്രമല്ല. അത് നമ്മൾ കോൺഗ്രസ്സുകാർക്ക് ഇത് മനസ്സിലാക്കാത്തത്. അതിങ്ങനെ ഈ ബുദ്ധി വേണം, രാഷ്ട്രീയ പാരമ്പര്യം വേണ്ട, രാഷ്ട്രീയ മീമാംസനായിരിക്കണ്ടേ? അത് ഈ കത്തോലിക്ക കോൺഗ്രസ് സാധിക്കുമോ? ഇപ്പം കേരളം കളയാണ്. UDF ഭരണം ഞങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും UDF ഭരണം കിട്ടാൻ സാധ്യത അകലക്കാണാണ്. കാരണം BJP ആയിട്ടും CPM ആയിട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്, വളരെ ശക്തമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. അത് BJP ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് കോൺഗ്രസ് നടത്തുന്നുണ്ട്. പക്ഷെ അതായത് മാധ്യമമുണ്ട്, ചന്ദ്രിക പേപ്പറുണ്ട്. ചന്ദ്രിക പേപ്പറിൽ കാര്യം പറഞ്ഞാൽ അത് വർഗീയത എടുത്തു കാണിക്കും. എന്നാൽ അതിനേക്കാൾ വർഗീയത പറയുന്ന മാധ്യമം. പക്ഷെ അവർ അത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, വരികൾ കേട്ട് മനസ്സിലാവുള്ളൂ. അതുപോലെയാണ് കോൺഗ്രസ് BJP ഇട്ട് ധാരണയ്ക്ക് അത് പരസ്യമാവും, അല്ലെങ്കിൽ അതിന് പെട്ടെന്ന് എഴുതുമ്പോൾ മനസ്സിലാവും. BJP ഒറ്റ കാര്യം പറയില്ല, BJP വർഗീയത പറയുക, അല്ലെങ്കിൽ BJPയും മാർക്സിസ്റ്റും തമ്മിൽ പാലത്തായി കേസെടുത്ത് നോക്ക്. ഒന്നാന്തരം മണി കെട്ടിയ സഖാക്കളാണ് പാലത്തായിൽ സാറിന് വേണ്ടിയും സംഘപരിവാർക്ക് വേണ്ടി വാദിക്കുന്നത്. ഒന്നാന്തരം മണി കെട്ടിയ കമ്മ്യൂണിസ്റ്റ്. ഇവിടെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റൊക്കെ എവിടെ പോയി? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആദർശൊക്കെ എവിടെ പോയി? നിങ്ങൾ BJP സഖ്യം ഉണ്ടാക്കിയ കുറ്റം പറയാൻ പറ്റില്ല, രാജ്യഭരിക്കുന്ന കക്ഷിയല്ലേ. പക്ഷെ അത് പറഞ്ഞു തന്നെ ചെയ്യണം. ഈ തട്ടിപ്പ് കൂടി ചെയ്യരുത്, ഒളിച്ചു ചെയ്യരുത്. പാലത്തായി കേസ് കൊടുത്ത് ഇതൊരു സഖാവ് പറഞ്ഞിട്ടാണല്ലോ കരളത്തടിക്കാൻ തോന്നും. അതറിയോ? ഇവിടെ മൗലിമാർ കുട്ടികളെ പോക്സോ കേസ് വന്നിട്ടുണ്ട്. അത് എത്ര മുസ്ലിങ്ങൾ അതിനുവേണ്ടി അതിനുവേണ്ടി എതിർത്ത് പ്രവർത്തിച്ചു എന്നാണ്. ഇവിടെ മുസ്ലിങ്ങൾ ഒരു പോക്സോ കേസിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും അല്ലാതെ തന്നെ മിഷണറി അത് മാക്സിമം അന്വേഷണം എടുത്ത് ശിക്ഷ കൊടുത്തോളും. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പ്രത്യേകം ഇറങ്ങേണ്ട ആവശ്യമില്ല. പക്ഷെ നോൺ മുസ്ലിങ്ങളാണോ ആണെങ്കിൽ ഒരു ക്രിസംഖ്യോ അല്ലെങ്കിൽ സംഖ്യയ്ക്ക് ആണെങ്കിൽ ഭരണകൂടം അതിന് അനുകൂലം നിൽക്കും, സഹായിക്കാൻ നിൽക്കും. പാലത്തായി കേസ് എന്താ 9 വയസ്സിൽ ഒരു അച്ഛനില്ലാത്ത ഒരു പെൺകുട്ടിയെ സ്വന്തം അധ്യാപകൻ നിരന്തരമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ള കേസ് വന്നിട്ട് ആ കേസിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പാർട്ടിയും മുഖ്യമന്ത്രിയുടെ അതിൻ്റെ വകുപ്പ് മന്ത്രിയും, കുട്ടികളുടെ വകുപ്പ് മന്ത്രിയൊക്കെ എത്ര ബുദ്ധിപൂർവമാണ് അതിന് കുട്ടിക്കെതിരെ പ്രവർത്തിച്ചത്. ഇന്ന് ഹിന്ദു സമുദായത്തിൽ നല്ല ശതമാനം പേരും അവിടെ ഇരകൾക്ക് വേണ്ടിയില്ല, വേട്ടക്കാരന് വേണ്ടി വാദിക്കല്ലേ. ഇടവും മനുഷ്യർക്ക് ഒരു അന്തസ് വേണം, ഒരു ബുദ്ധി വേണം. മുസ്ലിം സമുദായത്തിൽ ഏതെങ്കിലും മുസ്ലിം ഒരു പോക്സോ കേസിൽ വന്നു കഴിഞ്ഞാൽ സമുദായം അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ചരിത്രം പറയാൻ പറ്റും. ഒരു കുട്ടി സഖാവട്ടിൽ എൻ്റെ സഖാവിൻ്റെ പേര് അരിപ്പുരയോട് ചോദിക്കാണ്. മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരു പോക്സോ കേസിലെ പ്രതിയെ രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ശിക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട പാർട്ടിയോ വ്യക്തിയോ ഇടപെട്ടാൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇത് എന്ത് ചെയ്താലും മുസ്ലിങ്ങൾ ചെയ്യുന്നത് കുറ്റമായിട്ട് കാണാണ്. അങ്ങനെ കുറ്റപ്പെടുത്തി ഇപ്പം ഞങ്ങളിപ്പോൾ നിഷ്പക്ഷവാദികൾ പോലും അവർക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറായിരിക്കുകയാണ്. എന്താണ് നിരന്തരമായ ഒരു അക്രമം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നീതിയുടെ പക്ഷം നിൽക്കണ്ടേ, ഇരയുടെ കൂടെ നിൽക്കണ്ടേ, വേട്ടക്കാർ നിൽക്കാമോ? ഒരു വിഷയം വരുമ്പോൾ മുസ്ലിങ്ങളാണ് പ്രതികളെങ്കിൽ ഇരയുടെ കൂടെ നിൽക്കല്ലേ. ഭരണകൂടവും ഒരുപാടും എല്ലാം വേട്ടക്കാർ കൂടെ നിൽക്കും. അപ്പോൾ ഞങ്ങളെപ്പോലെ നിഷ്പക്ഷവാദികൾ എന്ന് പറയുന്ന സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൊയ്തീൻ ഷാഹി ഗ്രൂപ്പ് പിന്നെ എന്ത് ചെയ്യണോ? വേട്ടക്കാരെ കൂടെ പോകണോ? അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും പ്രവർത്തിച്ച പണി ഒരു മുന്നണിയും ചേർന്ന് പ്രവർത്തിക്കാതെ അഴിമതി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അനീതിക്കെതിരെ കൂട്ടുവെക്കാൻ പറ്റാത്തതുകൊണ്ടും ഒരു മുന്നണി ചേർന്ന് പ്രവർത്തിക്കുന്ന മൊയ്തീൻ ഷാഹി 77 വയസ്സ് മൊയ്തീൻ ഷാഹി ഗ്രൂപ്പും ഇനി വേട്ടക്കാർ കൂടി പോകുന്നതാണ് നിങ്ങൾ പറയുന്നത്? അല്ല, അത് ചെയ്യാൻ പറ്റില്ല. ജീവൻ പോലും ചെയ്യില്ല. പറഞ്ഞു വരുന്നത് ഞങ്ങളൊരു കാര്യം പറഞ്ഞു UDFിനോട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നമുക്ക് അത്രയും പറയാൻ പറ്റില്ല. കാരണം ആകെയുള്ള മുസ്ലിങ്ങളുടെ ഈ വരുന്ന ഇലക്ഷനിൽ 3% മുസ്ലിം സമുദായത്തിൽ നിന്ന് LDFിന് വോട്ട് പോവുള്ളൂ. ബാക്കി 97% പേരും മുസ്ലിങ്ങളിൽ UDFിനാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഞങ്ങൾ അന്നൊരു കാര്യം പറഞ്ഞു, ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് എല്ലാ സമുദായങ്ങൾക്കും
സ്ഥാനമാനം കൊടുക്കണം, മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. എല്ലാ സമുദായം കൊടുക്കാമെന്ന് മുസ്ലിങ്ങൾ കൊടുക്കേണ്ടതല്ല, മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. അതാണ് ചിലർ പറഞ്ഞത് മൊയ്തീൻ ഷാ മുസ്ലിങ്ങൾക്ക് കൂടി വേണ്ടി വാദിക്കുന്നു എന്നൊരു പരാതി ആരോപണമുണ്ട്. ചോദിക്കണം, മുസ്ലിങ്ങൾക്ക് കൂടി വേണ്ടി വാദിക്കുന്നു, മറ്റുള്ളവർക്കെല്ലാം വാദിക്കുന്ന ഒപ്പം തന്നെ മുസ്ലിങ്ങളും കൂടെ ചേർക്കുന്നു. അത് തെറ്റാണോ? ഇപ്പോൾ വയനാട്ടിൽ രണ്ട് സീറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. വയനാട്ടിൽ വന്നാണല്ലോ രാഹുൽ ഗാന്ധി പ്രിയങ്കയൊക്കെ വന്ന് ജയിച്ചു പോയത്, ഭൂരിപക്ഷം വോട്ട് കിട്ടി, 5-6 ലക്ഷം ഭൂരിപക്ഷം ജയിച്ചു പോയത്. കോൺഗ്രസ് നല്ല ശതമാനം മുസ്ലിങ്ങളുണ്ട്, നല്ല ശതമാനം മുസ്ലിങ്ങൾ മേഖലയാണ് വയനാട്. ഇത് 2 സീറ്റ് തന്നെ കൊടുത്താൽ പരാതിയാണ്. 70 സീറ്റ് വരെയുണ്ട് മൊത്തത്തിൽ. അതുപോലെ ഞങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് അന്തിമം, 24-ാം തീയതി അല്ലേ, 24-ാം തീയതിയാണ് പിൻവലിക്കുക. അത് കഴിയുമ്പോൾ കൃത്യമുള്ളൂ. ഏതാണ്ട് ഒരു 60% തന്നെ എത്തിയിട്ടില്ലെന്നാണ്. പഴയ പല്ലവി ആവർത്തിച്ചിരിക്കുകയാണ്. എന്താണ് പകുതി കൊടുക്കൽ? ഇപ്പം ജനസംഖ്യ ബാധിക്കും 40% കൊടുക്കണം. അതൊന്നും പണ്ട് കൊടുത്തിട്ടില്ല. പണ്ടൊക്കെ ആകെ ജനസംഖ്യ 20% കൂട്ടോളം, അതിൻ്റെ പകുതി 10% കൊടുത്തോളൂ. ഇത്തവണയും അത് വാര്യമായിട്ട് വ്യത്യാസം വന്നിട്ടില്ല. ഇതൊക്കെ വച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് വെള്ളം കുടിക്കും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്ര കണ്ട് തീവ്രമായ രീതിയിലും ബുദ്ധിപൂർവ്വം ജയിക്കാൻ വേണ്ടി കരുതി നിൽക്കുന്നു. കോൺഗ്രസ് അല്ല. ഞാൻ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. തിരുവനന്തപുരത്തെ കാര്യം ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴല്ലോ ഇത്തവണ ഈസിയായിട്ട് കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ, മറ്റ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അത് ഈസിയായിട്ട് UDF BJP തിരുവനന്തപുരം കോർപ്പറേഷൻ എടുക്കാൻ പോകണം. അതിന് കോൺഗ്രസ് ആണ് കൂട്ടി നിൽക്കുന്നത്. കാരണം ആകെ 10 സീറ്റാണ് കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം ജയിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് വലിയ മാറ്റമൊന്നും കോൺഗ്രസിൽ വന്നിട്ടില്ല. വലിയ മാറ്റമൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷീണം പറ്റിയിട്ടില്ല, BJPക്കാളും ക്ഷീണം പറ്റിയിട്ടില്ല. പിന്നെ നിങ്ങൾ 10 സീറ്റ് ജയിച്ചിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിക്കണമെങ്കിൽ 51 സീറ്റാണ് വേണ്ടത്. പക്ഷേ 3 വീഴുമ്പോൾ ഒരു 35 സീറ്റ് കിട്ടിയാലും വേണി ഭരിക്കാം. അപ്പോൾ മറ്റു രണ്ടുപേരും നിഷ്പക്ഷമായിട്ട് കൂട്ടുകൂടും. അപ്പോൾ 55 സീറ്റ് തന്നെ വേണം ഉറപ്പിൽ ഭരിക്കാം. അല്ലെങ്കിൽ രഹസ്യമായിട്ട് BJP സപ്പോർട്ട് ചെയ്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരിക്കാം. 50 സീറ്റ് കിട്ടിയ ജയിക്കില്ല. 51 സീറ്റ് കിട്ടണമെങ്കിൽ, ഞാൻ മുരളീധരനൊക്കെ പറയാണ്, കിട്ടണമെങ്കിൽ 10 സീറ്റാണ് നിലവിലുള്ളൂ, ബാക്കി 41 സീറ്റ് ജയിക്കണം. 41 സീറ്റ് ജയിക്കാൻ നിങ്ങൾ എന്തൊക്കെ പെണ്ണ് കേസ് പറഞ്ഞാലും, പിന്നെ കൊലക്കേസ് പറഞ്ഞാലും, ആത്മഹത്യ കേസ് പറഞ്ഞാലും BJP അനുഭാവികളായ ഒരു വോട്ട് പോലും നഷ്ടപ്പെട്ടു പോകില്ല. കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കണം. BJP അനുഭാവികൾ, സംഘ് പരിവാർ അനുഭാവികളായാലും ഒരു വോട്ട് പോലും മുഴുവൻ തല്ലി BJPക്കാർ മരിച്ചു അല്ലെങ്കിൽ ആത്മഹത്യ പറഞ്ഞാലും അവർ വോട്ട് പോലും മറിച്ചു കൊടുക്കില്ല. അതൊരു പോളിസിയാണ്, അതിൻ്റെ നേച്ചർ അതാണ്. ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോഴും പട്ടിണിയാണ് അവർ. എന്നിട്ട് ഒരു വോട്ട് പോലും അംബേദ്കർസ് വിട്ടുപോകില്ല അവർ. ഞാൻ 10-20 വർഷം കൊണ്ടെടുത്താണ്. ഞാൻ പോകുന്ന വ്യക്തിയുടെ ഒരാൾ പോലും പോകുന്നില്ല. കാരണം അവർ ഞങ്ങളുടെ അങ്ങനെയാണ്, പാർട്ടിയാണ്, ഞങ്ങൾ മാറില്ല അംബേദ്കർസിലേക്ക്. അതുപോലെ RSS പറയുന്നത്, അല്ലെങ്കിൽ സംഘ് പരിവാർ പറയുന്നത്. പിന്നെ എവിടെ നിന്നാണോ നിങ്ങൾ ഈ 41 സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പിടിച്ചെടുക്കാൻ? ഈ കണക്ക് UDFിലെ ഒരു ആൾക്കാർക്കും മനസ്സിലാകുന്നില്ലേ? പിന്നെ 41 സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പിടിച്ചെടുക്കണം. അത് നടക്കുന്ന കാര്യമാണോ? ഈ പറയുന്ന ഒരു ക്ഷീണമൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറ്റിയിട്ടില്ലെന്നേ. അനുഭാവി ആൾക്കാർ പോയില്ല. അൻവർ പോകുന്നു എന്നല്ലാതെ ആൾക്കാർ അനുഭാവികൾ മാറില്ല. അവരെ പിടിച്ചെടുക്കുകയാണ്. മാറിയില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ആരും എതിർ നിന്ന് അവന് വ്യക്തിയായിട്ട് അവനെ നശിപ്പിച്ചപ്പോൾ ഒരു BJP സ്ഥാനാർത്ഥി അവിടെ ഇല്ല. കാരണം സപ്പോർട്ട് ചെയ്ത ആൾ, പിന്താങ്ങിയ ആൾ പിൻവലിച്ചു. ഭീഷണിപ്പെടുത്തി പിൻവലിച്ചാൽ കേൾക്കുന്നത് ശരിയൊന്നുമില്ല. അതിന് ഏകപക്ഷമായിട്ട് LDF ജയിച്ചോളൂ. അങ്ങനെയൊക്കെ അവർ ചെയ്തേക്ക്. അവർക്ക് ഭൗതിക ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഒരു ആത്മീയ ലക്ഷ്യമില്ല. മുസ്ലിം ലീഗിനെ പോലും ഒരു ആത്മീയ ലക്ഷ്യവും പിന്നെ ഭൗതിക ലക്ഷ്യവുമില്ല. അത് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ഭൗതിക ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് ഭരണം നിലനിർത്തുക, പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ പാർട്ടി വളർത്തുക, അതിൽ കവിഞ്ഞില്ല. പക്ഷേ കോൺഗ്രസിനും അതൊക്കെ ലക്ഷ്യമുണ്ടെങ്കിലും അവരൊരു അന്തഛിദ്രമാണല്ലോ എവിടെയും കാണുന്നത്. ഒന്നും ബുദ്ധിയുള്ളവരോ രാഷ്ട്രീയ മീമാംസ ഒരാളുകളും കോൺഗ്രസിനില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ OWC വന്നപ്പോഴേ OWC പറഞ്ഞു വിട്ടു, കൂടെ നിർത്തൂല്ലേ? ഇത് BJPയിൽ എല്ലാവരും കൂടെ നിർത്തിയില്ലോ. ഇപ്പോൾ ഒരു ന്യൂനത ഉണ്ടാവില്ല. അയ്ബ് എന്ന് പറയും അറബിയിൽ, ന്യൂനത ഉണ്ടാവില്ല. OWC കുഴപ്പമില്ല. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെയാണെങ്കിൽ BDP കുഴപ്പമില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നപ്പോൾ ഒരു കുഴപ്പമില്ല. അത് പഴയ മാതിരിയല്ല. ഇപ്പോൾ പണ്ട് EMS പറഞ്ഞ പോലെ EMS പറഞ്ഞെന്താണ്, മഹാത്മാഗാന്ധി തുല്യാന്ന് പറഞ്ഞത്. EMS BDP മാതിരി സാഹിബ് കുറിച്ച് പറഞ്ഞതേ. എന്താണ്
ഗാന്ധിജി ഇവിടെ കിടക്കുന്നത്, മദീൻ സാഹിബ് ഇവിടെ കിടക്കുന്നത്. അത് EMS അന്ന് പരിചയപ്പെടുത്താണ്ടോ മഹാത്മാഗാന്ധിക്ക് തുല്യമാണ് PDP. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതും പറയും. ഇപ്പോൾ വെള്ളപ്പള്ളി പറഞ്ഞ പോലെ ഇത്രയും നീചനായ ഒരു മോശപ്പെട്ട ആള് ഇത് കേരളത്തിലില്ല. പക്ഷെ എന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ശുദ്ധീകരിക്കാനാണ്. അപ്പം അവർക്കത്രേ ഉള്ളൂ. നമുക്ക് അനുകൂലമാണെങ്കിൽ അത് ശരിയും, നമുക്ക് എതിരാണെങ്കിൽ തെറ്റും. ആ ഒരു പോളിസി അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്, BJPക്കുണ്ട്. കോൺഗ്രസ് അതില്ല. മണ്ടന്മാരെ കോൺഗ്രസ് ഇല്ല. അവർക്ക് മറ്റു ചില ലക്ഷ്യങ്ങൾ താല്പര്യമില്ല. അതുകൊണ്ട് എന്ത് പറ്റി? 2 ടൈം പോയി 3-ാം ടൈം പോവാണ്. അത് മനസ്സിലാക്കാൻ കുഞ്ഞാക്കും സാധിക്കുന്നില്ലല്ലോ, ലീഗുകാർക്ക് മനസ്സിലാകുന്നില്ലല്ലോ. കാരണം മുസ്ലിം ലീഗ് PDP ഇപ്പോൾ LDF കൂട്ടിയാണ്. ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ധാരണ വന്നാൽ അല്ലെങ്കിൽ SDP ധാരണ വന്നാൽ ഉടനെ അത് വർഗീയമാണ്, തീവ്രവാദമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ ഒരു കുഴപ്പമില്ല. അതാ പറഞ്ഞത്, ഞാൻ പണ്ട് പറയുന്നുണ്ട്, നമ്മൾ വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയിൽ ഒറ്റതൊരു പാത്രത്തെ നമ്മുടെ കാല് തെറ്റിയാൽ നമ്മൾ എന്താ പറയുക? നമ്മൾ പിന്നെ കാതു പറയാം, എടാ മനുഷ്യൻ നടക്കുന്ന വഴിക്കാണോ പാത്രം വയ്ക്കുന്നത് ചോദിക്കും. അതേ സ്ഥാനത്ത് അത് മകനാണ് കാല് തെറ്റിയെങ്കിലോ, അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് വിളിച്ചു പറയും, എടാ നിൻ്റെയൊക്കെ മുഖത്ത് കണ്ടില്ലേ, പാത്രത്തിൽ കണ്ടില്ലെന്ന്. രണ്ടും ഒരേ സംഭവമാണ്, രണ്ട് രീതി വ്യാഖ്യാനിക്കുകയാണ്. അതുപോലെയാണ് മുസ്ലിം ലീഗ് ഇങ്ങനെയുള്ള ആരെങ്കിലും സഖ്യം ഉടനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSS പറയില്ല. ആര് കൂടിയാലും വർഗീയ പാർട്ടി അവർ പോലെ പറയുന്ന ഒപ്പിൽ അവർ വർഗീയതല്ലേ, കേന്ദ്രമല്ലേ, പിന്നെ പറയുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉടനെ പറയും വർഗീയ പാർട്ടികൾ. എന്തൊരു വിരോധാഭാസമൊക്കെ. മുസ്ലിം ലീഗോട് നിങ്ങൾ വിരോധം ഉണ്ടാകാം, ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിയാണ് കുറ്റം പറയാം. ദൈവം പോലും ഇലക്ഷൻ വന്നാൽ കുറ്റം പറയും. അതുകൊണ്ടാണല്ലോ തങ്ങന്മാരൊന്നും ഇലക്ഷൻ നിൽക്കാത്തത്. അപ്പം അതുപോലെ ഫലത്തെ കേസിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ എല്ലാ വിഭാഗം മുസ്ലിങ്ങൾ ഇന്നും PC ജോർജിൻ്റെ ഒരു ചാനൽ ചർച്ച ഉണ്ട്. ലോക മുസ്ലിങ്ങൾ മുഴുവൻ കള്ളന്മാരാണ്. അത് പിന്നെ എടുത്തോണ്ട് ഇന്ത്യയിലും ഒരു മുസ്ലിമും വർഗീയമില്ലാത്തത്. അവനൊക്കെ എന്താ ചെയ്യണ്ടേ? ലോകത്ത് ഒരു വസ്തു 100% തെറ്റുള്ളതില്ല, 100% ശരിയായിട്ടുള്ളില്ല. അത് വലിയ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോഴും മുസ്ലിങ്ങൾ മുഴുവൻ കുറ്റവാളി പറയുന്നത് തെറ്റല്ലേ? ഇത് മുഴുവൻ മുസ്ലിങ്ങൾ ഒറ്റ മുസ്ലിം പോലും വർഗീയമില്ലാത്തില്ല, നല്ലതില്ലാത്തതാണ് PCയുടെ വർത്താനം. ആ PC ഇനി അസംബ്ലി കാണില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഏതായാലും ഒരു കാര്യം പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോക്കും കോൺഗ്രസ് പോക്കും അവർക്കെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്. ആ ലക്ഷ്യം എന്താണ്? മുസ്ലിം സമുദായത്തെ എങ്ങനെ ഒതുക്കാം അല്ലെങ്കിൽ തകർക്കാം എന്നുള്ള. UDF നയിക്കുന്ന കോൺഗ്രസിൻ്റെ ചിന്താഗതി അത് തന്നെയാണ്, LDF നയിക്കുന്ന CPM ചിന്താഗതി തന്നെയാണ്. പണ്ട് ചില വ്യത്യാസമൊക്കെ ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. ഇപ്പം മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് സഹായിച്ചു പറയുമ്പോഴും മൂന്നും ശരിയല്ല. ട്രാഫിക് തങ്ങളുടെ പോക്കറ്റിൽ ഒരു ഇതുണ്ടായിരുന്നു, എന്താണ്, ഒരു ടേപ്പ് റെക്കോർഡർ വെച്ചത്. അതിൽ അന്ന് EMS സമ്മതിച്ച കാര്യമുണ്ട്. അവസാനം ഭരണം വന്ന് മന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പുള്ളി ഉരുണ്ട് കളിച്ചു. അപ്പോൾ ഈ ടേപ്പ് ഓൺ ചെയ്ത് കാണിച്ചു കൊടുത്തത്. അങ്ങനെയാണ് സമ്മതിച്ചല്ല, അത് കൈവിട്ട് കൊടുത്തൊന്നുമില്ല. അന്തമായിട്ട് EMS കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം EMS അങ്ങനെ മലപ്പുറത്ത് കാക്കമാർക്ക് കൊടുത്തൊന്നുമില്ല, അതങ്ങനെ ആയിപ്പോയതാണ്. ഇവിടെ ചില സംഘപരിവാരൊക്കെ EMS ആണ് വളർത്തിയത് എന്ന് പറയുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ കുഴപ്പമാണ്. അപ്പോൾ ഏതായാലും ഇതുപോലെ കാര്യത്തിൽ അത് ഒരുമിച്ച് നിൽക്കണം. എന്താണ് ഈ മുസ്ലിം സമുദായത്തിൽ ലോകവ്യാപകമായിട്ട് ഇത്രയും എതിർപ്പ് വരാൻ കാരണം? എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. കാരണം കായ്പോലുള്ള മരത്തിലെ കുട്ടികൾ കല്ലെറിയുന്ന പോലെ ഈ മുസ്ലിം സമുദായത്തെ ഒരുമിച്ച് ലോകവ്യാപകമായിട്ട് ഇങ്ങനെ ആക്രമിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും എന്നാണ് ആധുനിക മനഃശാസ്ത്രവും ഫിലോസഫിയും പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഫിലോസഫിയാണ് പറയുന്നത്, അല്ല മനഃശാസ്ത്രമാണ്, അല്ല ഊഹാപോഹമല്ല. അത് ശരിയല്ലേ? എന്താ കാരണം? ഇത്രയും സാഹോദര്യത്തിൻ്റെ മതം പറയുന്ന, ഇത്രയും ആദർശ ശുദ്ധിയുള്ള മാതൃക മനുഷ്യർ ലോകത്തില്ല. പക്ഷേ ബർണാഡ് ഷാ പറഞ്ഞ പോലെ ഐ ലൈക്ക് ഇസ്ലാം, ഐ ഹൈറ്റ് മുസ്ലിം എന്ന് പറഞ്ഞ ഭാഷയുണ്ട്. അത് 100% ശരിയല്ലെങ്കിൽ കുറച്ച് സത്യമുണ്ട്. അതായത് 4 അണിക്കൂട്ടി കള്ള സത്യം പറയാൻ മടിക്കാതെ മുസ്ലിങ്ങളുണ്ട്, അവരും പേര് മുസ്ലിം തന്നെയാണ്. അതേസമയത്ത് അയൽവക്കം പണിയെടുക്കുമ്പോൾ വയറ് നിറയെ ആഹാരം കഴിക്കാൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടവരെന്ന് പറയുന്ന ആദർശം ഇസ്ലാം തന്നെയാണ്. അപ്പോൾ ആദർശം നല്ലതാണ്, പക്ഷെ പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ തെറ്റാണ്. അതാണ് ബർണാഡ് ഷാ പറഞ്ഞത്. അദ്ദേഹം ആ മണ്ടനാന്ന് പറയാൻ പറ്റില്ല. ബർണാഡ് ഷാ ആദ്യം വിദ്യാഭ്യാസത്തിലത്തെ ആളെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. ചെറിയ വിദ്യാഭ്യാസം, പക്ഷെ വളരെ എന്തോ ബുദ്ധി കൊണ്ടുകൊണ്ട് പേരെടുത്ത് വരുമെടുത്തല്ലോ.
അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് മുസ്ലിം സമുദായത്തിൽ മാതൃകയാക്കാൻ പറ്റിയ ഒരു കുറച്ച് പേര്, ബാക്കി അധികം പേര് മാതൃകയാക്കാൻ പറ്റില്ല. അതാണ് ആ സമുദായത്തെ കുറിച്ച് വിലയിരുത്തുന്നത് മോശമാകുന്നത്. അതുകൊണ്ട് സമുദായമല്ല ഉത്താദ്യം, വ്യക്തികൾ മാത്രം. സാഹോദര്യത്തിൻ്റെ, അതുപോലെ അയൽവക്കത്തിൻ്റെ. പിന്നെ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മദ്രസ പഠനം കൊണ്ടാണ് മുസ്ലിം ചീത്തയായി എന്ന് പറയുന്ന സംഘ് പരിവാരോടും ക്രിസംഖികളോടും കുസംഖികളോടും ഞങ്ങൾ ചോദിക്കട്ടെ. കേരളത്തിൽ ഈ അഗതി മന്ദിരങ്ങളിൽ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ എത്രയുണ്ട്? അത് എത്ര മുസ്ലിം സമുദായത്തിലൊക്കെ അച്ഛന്മാരോ അമ്മമാരോ ഉണ്ട്? 1% പോലും ഇല്ല. ബാക്കി 99%ഉം അമ്മമാരും അച്ഛന്മാരും അഗതി മന്ദിരയിൽ വൃദ്ധസദനത്തിൽ കഴിയുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ മദ്രസ പഠനം കൊണ്ടാണോ അത്? അന്നും എൻ്റെ ശബരിമലയുടെ അദ്ദേഹത്തിൻ്റെ രാഹുൽ ഈശ്വർ പറയും പോലെ ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തിന് മതപരമായ പഠനം വളരെ കുറച്ച് കൊടുക്കുള്ളൂ. ആഴ്ചയിൽ സൺഡേ ഒരു ദിവസം മാത്രം, സൺഡേ സ്കൂൾ മാത്രമേ, അത് 2-3 മണിക്കൂർ. ഹിന്ദു സമുദായത്തിന് അങ്ങനെ മതപഠനശാല കൊടുക്കുന്നതിന് അപ്പോൾ ചില കോളേജുകളോ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വളരെ കുറച്ചുള്ളൂ. അപ്പോൾ ഹിന്ദു സമുദായങ്ങൾ അവർ മതപഠനശാലകൾ തുടങ്ങണം, എല്ലാ ഹിന്ദു കുട്ടികൾക്കും മതപഠനം നടത്തുമെന്ന് പറഞ്ഞത്. അപ്പം മതം പഠിച്ചാലേ അത്രേ ഉള്ളൂ. ഇത് പഠനം കേട്ട് പറഞ്ഞ് പഠിക്കുന്നതാണ്. അതുകൊണ്ട് മതപഠനം ഇല്ലാത്തതാണ് ഇത്രയും ബുദ്ധിമുട്ട്. ആരെങ്കിലും പറയുന്നത് കേൾക്കാനുള്ളൂ, ഒരു സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. മന്ദബുദ്ധികളായിപ്പോയി. അല്ലെങ്കിൽ ചാണകം തിരുന്നവരും മൂത്ത കുടിക്കുന്നവരും അങ്ങനെയല്ലേ. ഒരു കാര്യം ഞാൻ ഹിന്ദു സമുദായത്തോട് ചോദിക്കുകയാണ്, സമുദായം ബുദ്ധിജീവികളുണ്ട്. ഈ ചാണകത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പോലും ഒരു ഹിന്ദു നേതാവും അതിൻ്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ല, എതിർത്തുമില്ല. പക്ഷെ മുസ്ലിം സമുദായത്തിലാണ് അതുപോലെ വന്നെങ്കിൽ എത്ര പേര് എതിർക്കാണ്ടാവും. കാരണം മുടി കഴുകി കൊടുത്ത വെള്ളത്തെ കുറിച്ചൊക്കെ പരസ്യമായിട്ട് മുസ്ലിം സമുദായത്തിൽ നല്ല ശതമാനം എതിർക്കുന്നില്ലേ. പക്ഷേ ഹിന്ദു സമുദായത്തിൽ ഇത്രയും മോശം ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു നേതാവ്, ഒരു ഹിന്ദു നേതാവെങ്കിലും അതിങ്ങനെ പറയില്ല, അത് ശാസ്ത്രീയമായിട്ട് മെച്ചമില്ല എന്ന് പറഞ്ഞ ചരിത്രം ഒരു ഒരു ചാനൽ നമ്മൾ കണ്ടിട്ടില്ല. അതല്ല, സത്യത്തിനെതിരെ കണ്ണടക്കരുത്, അനീതിക്കെതിരെ അനീതിക്കെതിരെ കണ്ണ് തോന്നിയിരിക്കുകയും ചെയ്യണം. അത് ചെയ്തിട്ടുണ്ടോ? അത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് കാണിക്കുന്ന ആ വൃത്തികേട്, ഈ 20% എന്ന മുസ്ലിം സമുദായത്തോട് കാണിക്കുന്ന ആ അവജ്ഞയും അവഹേളനമാണ്. വയനാട്ടിൽ സീറ്റ് മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുത്തില്ലെന്ന് അവഹേളനമാണ്. അത് അല്ലാതെ അവഗണനയല്ല, അവഹേളനമാണ്. അവഗണന പിന്നെ സഹിക്കുക. അവഹേളനങ്ങൾ കരുതിക്കൂട്ടി കളിയാക്കുന്നത് അങ്ങനെയാണ്. 40% വരുന്ന മുസ്ലിങ്ങളിൽ 97% വോട്ടും UDF ചെയ്യാൻ തീരുമാനിച്ചിരിക്കെ ഈ കോൺഗ്രസിൻ്റെ ബുദ്ധികൾ എന്താ കണ്ടറിയോ? അവിടെ എന്ത് ചെയ്താൽ നമുക്കേ ചെയ്യുള്ളൂ, കമ്മ്യൂണിസ്റ്റോ ചെയ്യില്ല, BJP ചെയ്യില്ല. അങ്ങനെ ഒരു ഷാഠ്യമൊന്നുമില്ലാട്ട് ഞങ്ങൾ വീണ്ടും കോൺഗ്രസുമായിട്ട് അങ്ങനെ ഷാഠ്യമൊന്നുമില്ല. ഇവിടെ മുസ്ലിങ്ങളിൽ പകുതി മുസ്ലിങ്ങൾ RSSയുടെ ധാരണ എത്തിയാൽ ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അവസ്ഥ പരുങ്ങല്ലാവും, CPM-നും പരുങ്ങല്ലാവും. പിന്നെ അങ്ങനെ മുസ്ലിം സമുദായത്തിൽ പകുതി പേരെങ്കിലും സംഘപരിവാർ അല്ലെങ്കിൽ BJP ധാരണ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രസ്ഥാനത്ത് തോൽപ്പിക്കുക ലോകത്ത് ഒരു ശക്തിക്ക് സാധിക്കില്ല കേട്ടോ. ഓർമ്മ വേണം, പ്ലീസ് മൈൻഡ് ഇറ്റ്, നോട്ട് ദി പോയിന്റ്. അത് ചെയ്യിക്കരുത്. നിങ്ങളിപ്പോൾ ചെയ്യിക്കും. ഉവൈസിയുടെ ലക്ഷ്യം അതാണ്. ഒരുപക്ഷെ മൊയ്തീൻ ഷായി നാളെ ചെയ്തുവിടാന്നില്ല, അല്ലെങ്കിൽ മൊയ്തീൻ ഷാ കുറിച്ച് ചെയ്തുവിടാന്നില്ല. അത് ഇതുപോലെ അവഗണന ചെയ്യുമ്പോൾ പിന്നെന്താണ്? ഒരു മരം, വലിയ മരത്തിൻ്റെ തണലിൽ അല്ലെങ്കിൽ അരികിൽ വളരാണ്. അപ്പോൾ ആ മരം സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി പുറത്തേക്ക് ചരിയുമ്പോഴാണ് പുറത്ത് പോകുന്നത്. അതുപോലെയാണ് നമുക്ക് തടസ്സമാണ്, നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കിട്ടുന്നതിന് ചായും. അത് ലോക നീതിയാണെന്നേ. ഒരു കാര്യം അസന്നിഗ്ധമായിട്ട് പറയാം, വളരെ വ്യക്തമായിട്ട് കോൺഗ്രസ്സായിട്ട് കമ്മ്യൂണിസ്റ്റുകാരോടും BJP അല്ല. നിങ്ങൾ ഈ 20% വരുന്ന മുസ്ലിം സമുദായത്തെ ഇന്ത്യയിൽ, അല്ലെങ്കിൽ പിന്നെ 40% മുസ്ലിം സമുദായത്തെ കേരളത്തിൽ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ അവരിൽ ഒരു പകുതി പേരെങ്കിലും നിങ്ങളുടെ കയ്യിലല്ല, പുറത്ത് നിൽക്കുന്നവരാ. ആ പകുതി പേര് BJPക്ക് സഖ്യ ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഓർമ്മ വേണം, ഇപ്പോഴത്തെ നിയമം മുഴുവൻ BJP അല്ലെങ്കിൽ സംഘപരിവാർ നിയമം മുഴുവൻ
എത്ര മോശമായ നിയമമാണ്. ഇപ്പൊ 12 മണിക്കൂർ തൊഴിലാക്കാൻ പോണു. പണ്ട ജന്മി കുടിയാൻ ബന്ധമുണ്ടായിരുന്നു. ജന്മിയും കുടിയാൻ തമ്മിൽ ബന്ധമല്ല, ഒരു 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 താരതമ്യം. അത് ഞാൻ ഉദാഹരണം പറയാം, എൻ്റെ ഞാൻ നിർത്താതിട്ട്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇപ്പൊ കിഴക്കമ്മൽ പറഞ്ഞാൽ അറിയും, കിഴക്കമ്മലടുത്ത് ഒരു മനയുണ്ട്. ആ മനയിൽ 2 നില ബംഗ്ലാവാണ്. മലയൊക്കെ അന്ന് വാക്ക് കേട്ടൊന്നുമില്ല. അവിടെ നിന്ന് മേശി എന്ന് പറയുന്ന സൂപ്പർവൈസർ എന്ന് പറയുന്നത് കാര്യസ്ഥ എന്ന് പറയുന്നത് നായരാണ്. നമ്പൂരിമാരാണല്ലോ മേലൊക്കെ. ആ നായര് ഈ ആഴ്ചയിലിരിക്കട്ടെ നമ്പൂരിയെ കാണാൻ ചെല്ലും. നമ്പൂരി മുഖം കാണിക്കാൻ ചെല്ലുമ്പോൾ എന്തിനറിയോ, നമ്പൂരി ഹാളിലേക്ക് വരും. അപ്പം മുകളിൽ സ്റ്റെയർ കേസല്ല, ഈ പലകണ്ട് മരത്തിൻ്റെ, അതിൽ പുള്ളി അങ്ങോട്ട് കയറും, ഒരു കുഴപ്പമില്ല. അതെല്ലാം കണ്ട് സംസാരിച്ച് നമ്പൂരി അങ്ങോട്ട് പോവും അകത്തേക്ക്. മണ്ടന്മാരെ തിരിച്ചിറങ്ങുമ്പോൾ ഈ നായർക്ക് തിരിച്ചിറങ്ങാൻ പാടില്ല, പുറയിലേക്ക് ഇറങ്ങണം. തിരിച്ചിറങ്ങിയാൽ ആശ അങ്ങോട്ടാവും. നമ്പൂരിക്ക് അത് വരാൻ സാധ്യതയുണ്ടാകും. ഒരു പോയി അകത്ത് പോയി എന്നുള്ള ഒരു ഏറ്റവും ലളിതമായ, അത് നായരും ജന്മി നമ്പൂരി തമ്മിലാണ്. അപ്പം വില്ലേറ്റാരും പറയണോ, വില്ലേറ്റിന് അടുത്ത് വരാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ദോഷൈക ദൃക്കൾ എന്ന് പറയും, കാണാൻ പോലും പറ്റില്ല, ശബ്ദങ്ങളും കേൾക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെയാണ് അടുത്ത് വരുന്നത്? അങ്ങനെയുള്ളൊരു കാര്യമല്ല നായരും ജന്മിയും തമ്മിൽ ഇതാണ്. അത് കേരളത്തിൽ നമ്പൂരി എന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരുള്ളൂ, വളരെ കുറച്ച്, ഒരു 1% പോലും ഇല്ല. ആ ഒരു സമൂഹത്തിൻ്റെ അടുത്ത് അന്നും അവരെക്കാൾ 10-20 ഇരട്ടി കൂടുതലുള്ള നായർക്ക് പോലും ഇങ്ങനെയാണെങ്കിൽ മറ്റു പറയണോ? അവർ വടക്കേന്ത്യയിൽ കാര്യം പറയണോ? ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിക്കാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സാഹോദര്യത്തിൻ്റെ മതമായ എല്ലാവരും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മതത്തിലെ ചിന്താഗതിയുള്ള ഞങ്ങൾക്ക് BJP ആയിട്ട് അടുക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ട്. പക്ഷേ ആത്മരക്ഷാർത്ഥം ഒരാൾ ചെയ്യുമ്പോൾ എല്ലാ നിയമത്തിനും പുറത്തായിരിക്കും. അത് അങ്ങനെ ചെയ്യുമ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് സംഖ്യപരമായിട്ട് ധാരണ ഉണ്ടാക്കുകയാണ്. സത്യം പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ വെള്ളത്തിലാവും. അതുകൊണ്ട് ഞങ്ങളെ കൂടെ കടുങ്കൈ ചെയ്യിക്കരുതെന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാര്യം നിർത്തുകയാണ്. അതിനോട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടേ, ഞങ്ങൾ ഈ ചാനൽ കൂടി പല കാര്യങ്ങളും പറയുന്നുണ്ട്, അത് ഗവൺമെൻറ്റെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ലോകം മുഴുവൻ പോകുന്നതാണ്. 1000 ആൾക്കാർ ഇത് ചേരാൻ പറഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ നമുക്ക് ലിമിറ്റായി പോയി. തേവക്കൽ, കങ്ങരപ്പടി കഴിഞ്ഞ് തേവക്കൽ, ഇപ്പോൾ തേവക്കലിൻ്റെ മെഡിക്കൽ കോളേജ് ഒരു എൻട്രൻസ്, HMTയുടെ ഒരു എൻട്രൻസ് തേവക്കാട്, മറ്റേ എൻട്രൻസ് കങ്ങരപ്പടിയാണ്. അപ്പോൾ തേവക്കൽ എൻട്രൻസ് ജംഗ്ഷൻ പഴയ കങ്ങര ഇപ്പോൾ കഷ്ടമാണ്, കങ്ങരപ്പടിയേക്കാൾ കഷ്ടമാണ്. അതൊന്നും ഡെവലപ്പ് ചെയ്യണം. അവിടെ മരമൊക്കെ വെട്ടി മാറ്റി വീതി കൂട്ടാൻ ശ്രമം നടത്തുന്നിട്ട് 2 ആഴ്ച ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് അവിടുത്തെ തടസ്സമായി നിൽക്കുന്ന മരങ്ങളൊക്കെ മാറ്റി വീതി കൂട്ടാനുള്ള സംവിധാനം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വാക്കിന് അധികാരികൾ വില കൽപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് യാതൊരു പ്രത്യേക ഒരു താല്പര്യമില്ല, ഒരു സ്വാർത്ഥ താല്പര്യമില്ല, ഒരു അഴിമതിക്ക് വേണ്ടിയല്ല. നാട് നന്നാക്കണം, ജനങ്ങൾ നന്നാക്കണം എന്നിരിക്കില്ല, ഒരു ലക്ഷ്യം ഞങ്ങൾക്കില്ല. ഇതെല്ലാം ചെയ്യുമ്പോൾ പലരും ധരിച്ചാവും, ഇത് ധരിച്ചോ കലൂർ അല്ലെങ്കിൽ കോർപ്പറേഷൻ മത്സരിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ മത്സരിക്കാൻ വേണ്ടിയല്ല. എന്തിനാണ് മത്സരം ജയിച്ചു കഴിഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കല്ലേ? ഞങ്ങൾക്കതിന് ആവശ്യമില്ലെന്നേ. ഐ ഡോണ്ട് ലൈക്ക്. ഞങ്ങൾ ഒരിക്കലും ആവശ്യമില്ല. നമ്മൾ ജീവിക്കണം, അത് ചില സൗകര്യമൊക്കെ വേണം, അതുകൊണ്ട് അതിന് ആവശ്യമില്ല. പലരും ധരിച്ച് ഞങ്ങളെ ഫ്ലെക്സ് വരും കളഞ്ഞു. ഞങ്ങൾ മത്സരിക്കുന്നില്ല, ഞാൻ ഒട്ടും മത്സരിക്കത്തില്ല. ഞാൻ ഇനി 1 ലക്ഷം മത്സരിക്കില്ല പറഞ്ഞു കഴിഞ്ഞു. അത് മത്സരിക്കാൻ ജയിക്കാനല്ല, ജനനന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആമുഖമായിട്ടും അവസാനമായിട്ടും വ്യക്തമായിട്ടും തുറന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.